നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാൻ വന്നത്. ഈ സന്ദർഭം അത് പറഞ്ഞില്ല എങ്കിൽ പല കുട്ടികൾക്കും നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു വർഷമായിരിക്കും. ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വർഷം എന്നുള്ളതല്ല, നമ്മുടെ ഒരു ലൈഫിൻ്റെ തന്നെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാവാം. ഞാൻ വേറെ ഒന്നുമല്ല പറഞ്ഞത്, ഇനി റിസ്ക് എടുത്താൽ ഇനിയും പണി കിട്ടും. എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പല കുട്ടികളും ഇപ്പോഴും നമുക്ക് ഈ എക്സാം ഉള്ളത് ഇപ്പോൾ 2-3 സബ്ജക്റ്റും ഒക്കെ നമുക്ക് എക്സാം എഴുതാനുണ്ട്, എക്സാം. ഇപ്പോഴും ഇതിനു വേണ്ടി വളരെ സീരിയസ് ആയിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്ത കുട്ടികളുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കാലത്താണെങ്കിൽ മീൻസ് ആ റെഗുലർ ടൈമിൽ പലരും ചിലപ്പോൾ ഒന്ന് ട്യൂഷൻ പോകാതിരിക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ചിലപ്പോൾ റെഗുലറായിട്ട് പോകാതിരിക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കും നമ്മൾ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത്. വീട്ടുകാർ പറഞ്ഞാലൊന്നും അങ്ങനെ അങ്ങോട്ട് അനുസരിക്കുന്നത് ഇല്ല. അത് നമുക്ക് ചിലപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകാം, കുട്ടികളുടെ ഒരു നേച്ചറാണ്. പക്ഷെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ആവരുത്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എന്തുമാത്രം സബ്ജക്റ്റ് ഉണ്ടോ, ഇപ്പോൾ 1 ആണേലും 2 ആണേലും 3 ആണേലും പഠിക്കുന്നത് ഏറ്റവും നല്ലതുപോലെ ഉറപ്പായിട്ടും ജയിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും, ഞാനിപ്പോൾ വേറെ ഒന്നുമല്ല പറഞ്ഞു, ഇപ്പോൾ ട്യൂഷൻ നമുക്കിപ്പോൾ പലയിടത്തും ഇതിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണേലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ചിരിക്കണം. ഒരു ടീച്ചറിനെ കണ്ടെത്തി ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിക്കേണ്ടതിനെ ഉറപ്പിക്കണം, ജയിക്കേണ്ടതിന് വേണ്ടി ഉറപ്പായിരിക്കണം. അത് ഞാൻ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേക്കാം, ആ പണി ഇവിടെ ഉണ്ടാവരുത്. ജയിച്ചിരിക്കും, ജയിക്കണം, ജയിച്ചേ തീരൂ. അതിനു വേണ്ടിയുള്ള എന്ത് പണിയും ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ ട്യൂഷന് എവിടെയെങ്കിലും ഓൺലൈനായിട്ടാണേലും ഓഫ്ലൈനായിട്ടാണേലും നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റിൻ്റെ ടീച്ചറിനെ കണ്ടുപിടിച്ച് പഠിച്ചിരിക്കണം. എനിക്ക് അതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. എല്ലാം ഇപ്പോൾ പലയിടത്തും ക്ലാസ്സുകളുണ്ട്, ഇപ്പോൾ എൻ്റെയും ക്ലാസ്സുണ്ട്, ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ ആ ഉത്തരവാദിത്തത്തിൽ മാക്സിമം ക്ലാസ്സുകൾ അവരെ കൊടുത്ത് ഉറപ്പിച്ച് ജയിക്കാനുള്ള രീതിക്കുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തൊന്നല്ല, എവിടെയാണേലും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം. കാരണം ഈ ചെറിയ ലാഭത്തിന് വേണ്ടി, ഇപ്പോൾ നമുക്ക് ട്യൂഷൻ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ഫീസ് കാണും, ആ ലാഭത്തിന് വേണ്ടി വലിയൊരു കാര്യം നഷ്ടപ്പെടുത്തരുത്. അത് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. എല്ലാവരും ഈ വർഷം ജയിക്കട്ടെ, ജയിക്കും. ഓക്കെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.